എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്തിയുടെ നിറവിൽ ലക്ഷോപലക്ഷങ്ങൾ ആറ്റുകാൽ ദേവിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് പൊങ്കാലയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഞാനുണ്ട്, ശ്രാവന്തികയുണ്ട്, നവമിയുണ്ട്, കീർത്തനയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. റെഡിയായി 3 മണിക്ക് ഇറങ്ങാം, 4 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് സമയം 5 മണിയായി. പിന്നെ നമ്മളവിടെ പോയി കല്ലും ഒക്കെ പിടിച്ചെല്ലാം റെഡിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. കാര്യമില്ല, കുഴപ്പമില്ല, കുറച്ച് ലേറ്റ് ആയാലും. പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന് മുന്നേ പ്രിപ്പറേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ അത് നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാനൊന്നും സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉറക്കമൊക്കെ എന്തായാലും ഈ പൊങ്കാലയിൽ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന്. എനിക്ക് തോന്നുന്നു ഞാനിത് കൂട്ടിയിട്ടൊരു 10-17 വർഷത്തോളമായി പൊങ്കാല ഇടുന്നു. ഭയങ്കര അധികം സന്തോഷമാണ് ഈ ഒരു ദിവസം, ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്, സുന്ദരിമാരായിട്ടുണ്ട്. ഞാനും ശ്രാവന്തികയും കീർത്തന, നവമി ഗംബൈ നവമി. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും സുന്ദരിമാരായിട്ട് എവിടെ പോവാണ്? ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനായിട്ട് പോകുന്നു. എല്ലാം എടുക്കില്ലേ? മക്കളെ ചാവി നിന്റെ കയ്യിൽ വെച്ചോളേ കേട്ടാ. ഹലോ, പിന്നെ വണ്ടി എടുക്കാനേട്ടാ. ശ്രാവന്തികയുടെ ശ്രദ്ധയ്ക്ക് ഒരു ചെറിയ പേഴ്സ് മാത്രം കൈവയ്ക്കാം. ഗുഡ് നൈറ്റ്. കൂളായിരുന്നു. ട്രിവാൻഡ്രത്ത് വെള്ളയമ്പലത്ത് ആൽത്തറ ക്ഷേത്രത്തിനടുത്തായിട്ട് മാനവീയത്തിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് നല്ല തണലൊക്കെ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഉത്സവം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു പ്ലേസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് അങ്ങനെ അവിടെ പ്ലേസ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും അതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ സ്ഥലമൊക്കെ നോക്കി ഇങ്ങനെ ബുക്ക് ചെയ്ത് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് ഇങ്ങനെ വെക്കാറാണ് പതിവ്. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും കൂടിയിട്ടിരുന്ന സ്ഥലം. അപ്പോൾ നേരത്തേക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ആളുകളൊക്കെ അതിന് ശേഷമൊക്കെ ഒട്ടിച്ച ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ ആൾക്കാർ അവിടെ സ്ഥലം ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കസിൻ അഞ്ജുവും അവളുടെ അമ്മായി അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് നമ്മൾ പിടിച്ചതെന്ന്. അപ്പോൾ അതിനുശേഷം തെരളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്ഥലത്ത് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് നിലത്ത് പൊടിയൊന്നും പറ്റാണ്ട് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം അങ്ങനെ സെറ്റപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ പോകുന്നിടത്ത് നല്ല തിരക്കായിരിക്കും. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ കുറച്ച് പാത്രങ്ങളായിട്ട് വെള്ളം കളക്ട് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗുകളിലുണ്ടായിരുന്ന പാത്രങ്ങളൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ശ്രാവന്തികയുടെ അടുത്തും പിന്നെ നവമിയും അഹല്യയും പിന്നെ അഞ്ജു അവളുടെ അമ്മായിയമ്മയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് വെള്ളം എടുക്കാനായിട്ട്. നമുക്ക് ശരിക്കും വെള്ളം കിട്ടുക അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. നമ്മളേകദേശം 4:30 ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ 5 മണിയായി ഇറങ്ങിയപ്പോൾ. അപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര റഷായി. എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നിറയെ അടുപ്പുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അവിടെ ബുക്ക് ചെയ്തിട്ട് പോയത് കാരണം ആ ഒരു പ്ലേസ് നമുക്ക് തന്നെ കിട്ടി. ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ടൊക്കെ. കാരണം ഇവിടെ ഫുള്ള് ലൈറ്റും മിക്കപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് കോവിഡിന് ശേഷമാണ് ഇവിടെ ആൽത്തറ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അതിന് മുമ്പൊക്കെ ഞങ്ങൾ ഇരുന്നിട്ടുള്ളത് കൈതമുക്കിലാണ് എപ്പോഴും ഇരിക്കാറുള്ളത്, ഞങ്ങളെല്ലാവരും ഇരിക്കാറുള്ളതായിരുന്നത്. പിന്നെ അതിനിടയിൽ കോവിഡ് സമയത്ത് 2-3 വർഷം വീട്ടിലായി പോയല്ലോ പൊങ്കാലിടുന്നത്. അതിനൊക്കെ ശേഷമാണ് ഇങ്ങോട്ട് ഇവിടേക്ക് വന്ന് പൊങ്കാലിടുക. ഭയങ്കര എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടുന്ന ആ ഒരു ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയേറെ ഒരു രസമാണ്. ഇത്രയും ദിവസം വ്രതമൊക്കെ എടുത്ത് ഒക്കെ ആയിട്ട് നമ്മൾ പൊങ്കാലിടാനായിട്ട് എല്ലാവരും ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് പൊങ്കാലിടാനായിട്ട്. അപ്പോൾ അവരൊക്കെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഈ പൊങ്കാലിടാനായിട്ട് വരുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര അധികം സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ശ്രാവന്തിക പൊങ്കാലിടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ അവൾ പറഞ്ഞു എന്തായാലും ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവളും പ്രിപ്പയറായ 2 ദിവസം മുമ്പേ വന്നു. നവമി ആണെങ്കിലും കീർത്തനയാണെങ്കിലും ഒക്കെ 2 ദിവസം മുമ്പേ വന്നു. കഴിഞ്ഞ പ്രാവശ്യം നവമിയും കീർത്തനയും വന്നിട്ട് തലേ ദിവസം വന്നു. അപ്പോൾ തലേ ദിവസം വന്നിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനോ അമ്പലത്തിൽ പോകാനോ ഒന്നും പറ്റിയില്ല. ഇത്തവണ അമ്പലത്തിൽ പോകാനും ഒക്കെ പറ്റിയെന്നുണ്ടായിരുന്നു. കാരണം 2 ദിവസം മുമ്പേ വന്നതുകൊണ്ട് ഏകദേശം നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഭംഗിയാണ്. ഒരു നേരം വെളുത്ത് വരുമ്പോഴും ഈ ലൈറ്റിൻ്റെ ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. നമ്മൾ നേരത്തെ വെള്ളം എടുത്ത് കളക്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് കൂടും വെള്ളം എടുക്കാനായിട്ട് വരുന്ന ആൾക്കാരുടെ. അപ്പോൾ ഭയങ്കര റഷാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുക്കാം. എന്നാലും ഇതിനിടയിൽ നമുക്ക് കുറച്ച് നേരം അരി കഴുകാനും ഒക്കെ ആയിട്ടും പിന്നെ ഇനി കലം കഴുകി പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുറച്ചുകൂടിയൊക്കെ വെള്ളം വേണ്ടി വരും. എന്നാലും അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കളക്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ആ ഒരു റഷിൽ പെടില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ ഒരു തിരക്ക് വരുന്നതിന് മുമ്പ് തന്നെ വെള്ളം കളക്ട് ചെയ്ത് വെച്ചാൽ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് വെള്ളം ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ പൊങ്കാല അടുപ്പുകളാണെങ്കിലും നമ്മളിരിക്കുന്നതിൻ്റെ സ്ഥലങ്ങളിലെല്ലാം പൊങ്കാല അടുപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് പൊങ്കാല അടുപ്പ് വാങ്ങാൻ പറ്റും. അപ്പോൾ നേരത്തെ തന്നെ എനിക്കാണെങ്കിൽ പൊങ്കാല അടുപ്പൊക്കെ വാങ്ങി സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സനയായിരുന്നു. അപ്പോൾ അവളാണ് വന്നിട്ട് എല്ലാ പൊങ്കാല അടുപ്പ് എന്നോട് പറഞ്ഞു ഇത്ര അടുപ്പുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ അടുപ്പെല്ലാം അവൾ എന്നെ കളക്ട് ചെയ്ത് വാങ്ങി വെച്ചു. ഞാൻ അപ്പോൾ തന്നെ കുളിപ്പേ ഇട്ട് കൊടുത്തു. അപ്പോൾ കഴിഞ്ഞതിൻ്റെ തവണയാണെങ്കിലും അവളാണ് അടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും എനിക്ക് വാങ്ങി വെച്ചിട്ട്. അപ്പോൾ വന്നിട്ട് അതൊന്നും ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഈസിയായി. ഇനി തെരളി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അഞ്ജുവും അവളുടെ അമ്മയും വന്നിട്ട് തെരളി അവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തയ്യാറെടുപ്പ്, ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തയ്യാറെടുപ്പ്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് തേങ്ങ കൊത്തൊക്കെ ഇടണമെന്നുണ്ട് തെരളി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ശ്രാവന്തിക്ക് ഒരു തേങ്ങ കൊടുത്തു. അവളോട് പറഞ്ഞ് ചെറുതായിട്ട് കുഞ്ഞുകുനിയെ അരിഞ്ഞെടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാനും നവമിയും കൂടെ ശർക്കര നല്ലപോലെ ചെത്തിയെടുത്തു. കാരണം എനിക്ക് തെരളിയും അടയും അതുപോലെ തന്നെ മണ്ടപ്പുറ്റും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടി ഹെൽപ്പ് ചെയ്താൽ അവരെല്ലാവരും പായസം മാത്രമേ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അഞ്ജു വന്നിട്ട് തെരളി ഉണ്ടാക്കുന്നുണ്ട്. തെരളിയും മണ്ടപ്പുറ്റും, എനിക്ക് മണ്ടപ്പുറ്റും ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതോ തെരളിയും പായസമാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ തെരളിയും മണ്ടപ്പുറ്റും അടയും പായസവും എല്ലാ തവണയും അങ്ങനെ തെരളിയും മണ്ടപ്പുറ്റും പായസവും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ അട കൂടി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ഉള്ളതുകൊണ്ടും ഒക്കെ ആയിട്ട് ഞാൻ അട കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിരിക്കുന്നത് മരത്തിൻ്റെ ചൂട്ടിലായതുകൊണ്ട് തന്നെ നല്ല കരിയില ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു, ഉണക്ക കരിയില വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ സന പോയിട്ട് അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ചൂല് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അടുപ്പൊക്കെ അവളുടെ അടുത്ത് മാറ്റി വെച്ച് കൊടുത്ത സമയത്ത്
അഞ്ജുവിൻ്റെ അമ്മായിയമ്മ വന്നിട്ട് ഭയങ്കര ഭയങ്കര സ്വീറ്റ് അമ്മയാണ് കേട്ടോ. പുള്ളിക്കാരി അവിടെ ഫുള്ള് എല്ലടവും ഇതെല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ അടുപ്പൊരുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ ഉണക്ക കരിയിലിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഈ വർഷങ്ങളായി തന്നെ പൊങ്കാല ഇടുന്നതുകൊണ്ടും ഇതെല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ടും ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായിരിക്കും വളരെയധികം ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു പോരുന്നുണ്ട്. തെരളിയാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. തെരളിയാണെങ്കിലും ഞാൻ നല്ല പുന്നല് പൊടിച്ചെടുത്ത അരിയാണ് കേട്ടോ തെരളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുന്നല് പൊടിച്ചെടുത്ത അരിയാവുന്നതുകൊണ്ട് തെരളിക്ക് നല്ല പോലെ അതുപോലെ നമ്മൾ വറക്കുകയും വേണം. അരി നന്നായിട്ട് വറുത്ത് നല്ല ചൂട് കയറി നല്ല ചെറുതായിട്ട് അരി മൂത്ത് വരണം. എന്നാൽ മാത്രമേ ആ തെരളിക്ക് നല്ല ഒരു മയവും സ്വാദും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദേവിക്ക് സമർപ്പിക്കുന്നതും കൂടെ ആയതുകൊണ്ട് അത്ര മനസ്സറിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ തെരളിക്ക് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉണക്ക തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. പല ആൾക്കാരും ഇങ്ങനെ നമ്മൾ കടകളിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നതൊക്കെ നല്ല ഉണക്ക എന്നുള്ള രീതിയിൽ കിട്ടുന്ന പച്ചത്തേങ്ങയായിരിക്കും. അതിൻ്റെ തോട് കാണുമ്പോൾ നമ്മൾ ഉണങ്ങിയ പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ നല്ല നാടനായിട്ട് മേടിക്കാനുള്ള കടകളിൽ നിന്നും കിട്ടും. അപ്പോൾ ഉണക്ക തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ തെരളി ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ശർക്കര ഞാൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ശർക്കര ഞാൻ എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ മറയൂർ ശർക്കരയാണ് ഉപയോഗിക്കാറുള്ളത്. അതാകുമ്പം ഒരുപാട് അഴുക്കുകളോ കല്ലുകളോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്. കാരണം നമുക്കിതിന് ശർക്കര പാനിയാക്കി അരിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് തന്നെ നമ്മൾ ചേർക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ശർക്കര ചേർക്കുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള ശർക്കര ആയിരുന്നു കഴിഞ്ഞാൽ അതിൽ കല്ലും മണ്ണും പൊടികളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ തെരളിയിൽ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ അരിഞ്ഞതും ചേർക്കാറുണ്ട്. കുറച്ച് നെയ്യ് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ മുന്തിരി അത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഉണക്കമുന്തിരിയും അതുപോലെ ചേർക്കാറുണ്ട്. ചേർത്തിട്ടാണ് ഞാൻ തെരളി ഉണ്ടാക്കാറ്. പല ആളുകളും ഇങ്ങനെ കുമ്പിളിലാണ് ഉണ്ടാക്കാറുള്ളത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. കാരണം കുമ്പിളിൽ ചിലപ്പോൾ നമ്മൾ ആ മാവിൻ്റെ ടെക്സ്ചർ ശരിയായില്ലെങ്കിൽ കൂടി കുമ്പിളിൽ കറക്റ്റായിട്ടിരിക്കും. പക്ഷേ എനിക്ക് കുമ്പിളുണ്ടാക്കണേക്കാളും ഈർക്കിൽ കോർത്ത് സാധാരണ നമ്മൾ അമ്പലത്തിൽ എല്ലായ്പ്പോഴും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഉരുട്ടിയെടുത്ത് ഇലയിൽ ഇങ്ങനെ മടക്കിയെടുത്ത് അങ്ങനെ വയ്ക്കാനാണ് കേട്ടോ എനിക്ക് താല്പര്യം. അപ്പോൾ നോർമലി ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതും അങ്ങനെ തന്നെയാണ്. ഇലയാണെങ്കിലും അതുപോലെ തന്നെ കേട്ടോ. നമ്മൾ തലേദിവസമേ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് നമ്മൾ എപ്പോഴും ഒരു പുതിയ തോർത്തും വാങ്ങുമല്ലോ. അപ്പോൾ അതിലെല്ലാം അഴുക്കുണ്ടെങ്കിലും ഒന്ന് ഒഴിച്ച് നമ്മൾ ആ തോർത്തിൽ തന്നെ നല്ല ക്ലീനായിട്ട് തുടച്ച് എടുത്താണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ തുടയ്ക്കുമ്പോഴേ അറിയുള്ളൂ വൃത്തിയുണ്ടോ വൃത്തിയില്ലേ എന്നുള്ളത്. എന്നാലും അതിൽ കുറച്ച് അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിയായിട്ടെടുത്ത് നമ്മൾ പൊങ്കാലയ്ക്കാണെങ്കിൽ കൂടി നമ്മൾ സമർപ്പിക്കുന്നത് അത്രയധികം വൃത്തിയോടും ശുദ്ധിയോടും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും നന്നായിട്ട് പിന്നെ ഈർക്കിലൊക്കെ കഴിഞ്ഞ ദിവസം ഹനു ഒക്കെ ഇരുന്നൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ ഈർക്കിലൊക്കെ ചെയ്തു തന്നു. ഞാനും കൂടി ഇതൊക്കെ ചെയ്തു തന്നു. സന പോയിട്ട് ചായ വാങ്ങിയിട്ട് വന്നു. എല്ലാവർക്കും ചായ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നമ്മൾ കലം അടുപ്പിലേക്ക് വെച്ചിട്ടില്ല. നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് കലം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. നോർമലി ഞാൻ അങ്ങനെയൊന്നും കുടിക്കാറില്ല. പൊങ്കാലക്കലം നമ്മൾ അടുപ്പ് കൂട്ടി അടുപ്പിലേക്ക് പൊങ്കാലക്കലം വെള്ളം ഏറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല ഇറക്കിയതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളമൊക്കെ കുടിക്കാറുള്ളൂ, ഭക്ഷണവും കഴിക്കാറുള്ളൂ. അപ്പോൾ പൊങ്കാല അടുപ്പ് നമ്മൾ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു ഫൈനൽ മാത്രമേ നമ്മൾ പൊങ്കാലക്കലം വയ്ക്കാറുള്ളൂ. എന്നിട്ട് അടുപ്പ് അലങ്കരിച്ച് എന്നിട്ട് പൊങ്കാല ഇടാറുള്ളൂ. അതാണ് എപ്പോഴും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ എണീക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നോർമലി ഞാൻ ചിലപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നിയാലോ അല്ലെങ്കിൽ ക്ഷീണമോ തളർച്ചയൊക്കെ ഉണ്ടായാലോ ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോർമലി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പൊങ്കാലക്കലം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ വെള്ളം കുടിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ മണ്ടപ്പുറ്റാണ് ദേവിയുടെ ഇഷ്ട നൈവേദ്യം. നമ്മുടെ തലയ്ക്കുള്ള അസുഖവും തലവേദനയും ഒക്കെ മാറാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് കേട്ടോ മണ്ടപ്പുറ്റ്. ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക അത് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത്. അതും ഇതുപോലെ തന്നെ നല്ല ഉണക്ക തേങ്ങയും അതുപോലെ പുന്നല്ല് കുത്തിയ അരി കൊണ്ട് പൊടിച്ചെടുത്ത വറുത്തെടുത്ത അരി കൊണ്ട് ഉള്ള അരിപ്പൊടിയും അത് ഞാൻ ചേർക്കാറുള്ളത് ഈ അരിപ്പൊടിയും പയറും സമാസമമാണ് ചേർക്കാറുള്ളത്. ഒരുപാട് പൊടിഞ്ഞു പോവാതെയുള്ള പയർ കേട്ടോ, അതാണ് ഞാൻ ചേർക്കാറുള്ളത്. അവിടെ ഇഡ്ഡലി സാമ്പാറും കൊടുക്കുന്നുണ്ട്. പിള്ളേർ പോയി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ദിയാസനയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഇഡ്ഡലി സാമ്പാർ എടുത്ത് കഴിക്കായിരുന്നു.
ഇതുപോലെ മാലകളായിട്ട് കോർത്തെടുത്താണ് കേട്ടോ ഞാൻ എപ്പോഴും തിരളി ഇങ്ങനെ മേക്ക് ചെയ്ത് വയ്ക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഇത്തവണ ഒരു 3-4 മാല ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഒരിലയിൽ ഇങ്ങനെ 2 എണ്ണമൊക്കെ വെച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാവർക്കും എടുക്കാൻ, എല്ലാവർക്കും തികയണം, എല്ലാവർക്കും കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ ഒരിലയിൽ 1 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇത്തവണ എടുത്ത് ഉണ്ടാക്കി മടക്കി എടുത്ത് കോർത്തെടുത്തിട്ടുള്ളത്. വെള്ളം എടുത്തു, വെള്ള ബോട്ടിൽ നമ്മുടെ അവിടെ ഇരിക്കുവാട്ടോ. മോളെ ഈ ഒരു കാര്യം ചെയ്യും, വെള്ളം എടുത്ത് ഇവിടെ മുകളിൽ വയ്ക്കും, അതാണ് നല്ലതല്ലേ. ചമ്പാവ് ഞാൻ ആ ചമ്പാവല്ലേടാ വാങ്ങുന്നത്. ഞാൻ കളറുള്ള തോടൊട്ടും കളയാത്ത, അതാണ് കളറ് മുഴുവനായിട്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ തീർന്നു പോകും, കിട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല എനിക്കായിരിക്കും. അപ്പം ഞാൻ ഈ അടയ്ക്കുള്ള മാവ് വറക്കണ്ട, പച്ചമാവാ, മറ്റേതൊക്കെ വറക്കണം. ആണോ? തെരളിയുടെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞതിന് ശേഷം മണ്ടപ്പുറ്റിലേക്കാണ് കേട്ടോ. തെരളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇഡലി പാത്രത്തിനുള്ളിലേക്ക്, ഇഡലി പാത്രത്തിൻ്റെ തട്ട് നീങ്ങിയിട്ട് സ്റ്റീമറിൻ്റെ തട്ട് മാത്രം വെച്ച്, സ്റ്റീം ചെയ്യാനുള്ള തട്ട് മാത്രം വെച്ചിട്ടാണ് കേട്ടോ അതിലോട്ട് ഫില്ല് ചെയ്ത് വെച്ച്. ഇനി മണ്ടപ്പുറ്റിനുള്ളതാണ് എടുക്കുന്നത്. മണ്ടപ്പുറ്റിന് നേരത്തെ എടുത്ത പോലെ ശർക്കരയും തേങ്ങയും അതുപോലെ തന്നെ പയറും അരിപ്പൊടിയും സമാസമാണ് എടുക്കാറുള്ളത്. ഓരോരുത്തരുടെ ഇതിലായിട്ട്. പക്ഷേ ഞാൻ പയറും അരിപ്പൊടിയും സമാസമാണ് എടുക്കാറുള്ളത്. പയർ നമ്മൾ ഒരുപാട് പൊടിഞ്ഞു പോകാനും പാടില്ല. ഞാൻ എല്ലായ്പ്പോഴും തോടുള്ള പയറാണ് മണ്ടപ്പുറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ തോടുള്ള പയർ ഉപയോഗിച്ച് നമ്മൾ മാക്സിമം ഇതിൽ പഴമൊന്നും ചേർക്കാൻ പാടില്ല. മണ്ടപ്പുറ്റിൽ ശർക്കരയും തേങ്ങയും പയറും ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ അരിപ്പൊടിയും പിന്നെ വേണമെങ്കിൽ കുറച്ച് ലേശം നെയ്യും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അത് വേണമെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ മണ്ടപ്പുറ്റ് കുഴയ്ക്കുന്ന രീതിയാണെങ്കിലും നമ്മളൊരു ഒരു മനുഷ്യൻ്റെ തലയുടെ രൂപത്തിലാണ് കേട്ടോ മണ്ടപ്പുറ്റ് കുഴയ്ക്കുന്നത്. കുഴച്ച് നല്ല 2 കൈ കൊണ്ട് തന്നെ നല്ല ബലപ്പിച്ച് നല്ല മുറുക്കെ തന്നെ അത് പൊടിഞ്ഞു പോകാത്ത വിധം ഒരു തലയുടെ രൂപാകൃതിയിൽ കുഴച്ചെടുത്ത് അതിൽ കണ്ണും മൂക്കും വായുമൊക്കെ നമ്മളതിൽ കൈകൊണ്ട് തന്നെ പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സമർപ്പിച്ച് ഭഗവതിക്ക് നമ്മൾ സമർപ്പിക്കുന്നതാണ് കേട്ടോ മണ്ടപ്പുറ്റ്. ശരിക്കും നമ്മുടെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ്റുകാൽ ഭഗവതിക്ക് മണ്ടപ്പുറ്റ് സമർപ്പിക്കുന്നത്. അപ്പം ഞാൻ എല്ലായ്പ്പോഴും, ഞാൻ മാത്രമല്ല എല്ലാവരെ കൊണ്ടും ഞാനത് ഉരുട്ടിക്കാറുണ്ട്. ഇപ്പോൾ വരുന്ന എല്ലാവരെ കൊണ്ടും അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മണ്ടപ്പുറ്റ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം പലപ്പോഴും നമ്മൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ബലം പ്രയോഗിച്ച് മുറുക്കിയിട്ട് വേണം കേട്ടോ, നമ്മൾ നന്നായിട്ട് മുറുക്കിയെടുത്തിട്ട് വേണം അതിൽ കണ്ണും മൂക്കും വായും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ആകൃതിയിൽ കിട്ടും. എന്നാലൊട്ട് അത് പൊട്ടിപ്പോവത്തുമില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഓരോന്നും ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഞാൻ ഓരോരുത്തരോടും അവരോട് പ്രാർത്ഥിച്ചിട്ട് അവരെ കൊണ്ട് മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ട് ഉരുട്ടിക്കാറുണ്ട്. അവരുടെ എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും മാറി, അതുപോലെ തന്നെ നമ്മൾ തലയ്ക്കുണ്ടാകുന്ന എല്ലാവിധ അസുഖങ്ങളും തലവേദനയും ഒക്കെ മാറി ആയുരാരോഗ്യ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ നവമിയെ കൊണ്ട് ചെയ്യിച്ച് എല്ലാ വർഷവും ഇപ്പോൾ 2-3 വർഷമായിട്ട് നവമി എന്നോടൊപ്പമാണ് പൊങ്കാല ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 വർഷമായിട്ടുണ്ട് തോന്നുന്നു അവൾ എന്നോടൊപ്പം പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവളെ കൊണ്ടും അത് ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്രാവന്തിയെ കൊണ്ടും നമ്മുടെ കീർത്തനയെ കൊണ്ടുമൊക്കെ ചെയ്യിപ്പിച്ചു. പഴം ചേർക്കില്ലേ? ഒരു
തുള്ളി വെള്ളമോ ഈർപ്പോ ഒന്നും ചേർക്കാൻ പാടില്ല മണ്ടപ്പുറ്റിന്. പയറ്, തേങ്ങ, ശർക്കര, ഏലക്കപ്പൊടി, മാവ്, അരിമാവും പയറും സമാസമം ഒഴിക്കണം. തേക്കാട് നല്ല പ്രഷർ ചെയ്യണം, നല്ല പ്രഷർ ചെയ്യുമ്പോൾ നല്ല പ്രഷർ ചെയ്യും. 2 കൈക്കകത്ത് വെച്ച് അത് മൊത്തം അതിനകത്താവും, ഒത്തിരിണ്ടാവും. ശരീരത്തിന് വലിപ്പമില്ലേ, ആ വലിപ്പം വേണം തലയ്ക്ക്. ഇത് തലയ്ക്ക് വലിപ്പം വേണം, അല്ലെങ്കിൽ എന്റെ ചെറുതാണ് തലവരെ കുഞ്ഞു തലയില. തെരളിയും മണ്ടപ്പുറ്റിൻ്റെയും മേക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം, തയ്യാറെടുപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ് കേട്ടോ. അതിന് നല്ല രസകദളി പഴവും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ഒക്കെ ചേർത്ത്, തേങ്ങയും ഏലക്കാപ്പൊടിയും ഉണക്കമുന്തിരിയൊക്കെ ചേർത്താണ് അതിനുള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മാവാണെങ്കിലും കുറച്ച് ലൂസായിട്ട്, നമ്മൾ ദോശമാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ളതാണ് അതിന് മാവ്. അത് നമ്മൾ വറുത്ത മാവല്ല കേട്ടോ, പച്ചയ്ക്ക് എടുത്ത അരി പൊടിച്ചെടുത്ത മാവാണ്. നമ്മൾ അരിപ്പൊടി പിന്നെ വറക്കില്ല, ആ പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അതും നമ്മൾ വട്ടയിലയിലാണ് ഞാൻ നോർമലി അട ഉണ്ടാക്കാറുള്ളത്. ഈ മാവ് വറക്കത്തില്ല, പച്ചയായിരിക്കണം. മറ്റേതൊക്കെ വറുത്തതാ. ഒന്നും ആഡ് ചെയ്യണ്ട, ഉപ്പൊന്നും ആഡ് ചെയ്യരുത്. ഇത് ഒരു ഇച്ചിരി ഒഴിക്കുള്ള ഒരു ശകലം, ഇതാ ഹൈലൈറ്റ്. അതിനധികം കൂടുതൽ അത് ജസ്റ്റ് ഒരു അര സ്പൂൺ വേണ്ട. വേവില്ല ഇതില്, പെട്ടെന്നാവും. ആ പഴം ചൂടടിക്കുക, ആ മാവ് മതി. വളരെ തിന്നായിട്ടാണ് കേട്ടോ ഇലയിൽ മാവ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ മാവ് കൂടിപ്പോവുകയും ഫില്ലിങ് കുറഞ്ഞു പോവുകയും ചെയ്യും. നമുക്ക് ഫില്ലിങ്ങാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. മാവ് വളരെ തിന്നായിട്ട്, ദോശയുടെ അത്ര പോലും കാണാൻ പാടില്ല. ചെറിയൊരു സ്പൂണിലെടുത്തിട്ട് വളരെ ലൂസായിട്ടുള്ള മാവ് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യുക. എന്നിട്ട് ഫില്ലിങ് നന്നായിട്ട് വെച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്.
പൊങ്കാല അർപ്പണമൊക്കെ കഴിഞ്ഞു, നൈവേദ്യമൊക്കെ കഴിഞ്ഞു. എല്ലാ ആൾക്കാരും അവരവരുടെ വീട്ടിലേക്ക് പിരിയുന്ന സമയം നമ്മൾ പൊങ്കാലയെല്ലാം എടുത്തു വെച്ചു. നമ്മൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ ആക്കി കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ നമ്മൾ ഒരു വേസ്റ്റ് ഇടാതെ അവിടെ നമ്മൾ ഇരുന്ന സ്ഥലമെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മടങ്ങിയത്. അവിടുത്തെ നമ്മളിട്ടേക്കുന്ന വേസ്റ്റ് പേപ്പറുകളോ കവറുകളോ ഒന്നും ഇടാണ്ട് അതെല്ലാം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് നല്ല തിരക്കിൽ വീട്ടിലേക്ക് എത്തി.